മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് USSന്റെ വ്യത്യസ്തതയാർന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഓരോ ചോദ്യവും നിങ്ങൾക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ കാണാൻ കഴിയുന്നതുകൊണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ചോദ്യങ്ങളും ചെയ്തു നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. n ഒരു ഒറ്റ സംഖ്യയായാൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒറ്റ സംഖ്യ? n എന്ന് പറഞ്ഞ അവർ തന്നിട്ടുണ്ട് ഒരു ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഒറ്റ സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് നോക്കുക. 2n ഉണ്ട്, 3n-1, 3n+1, നോക്ക് 3n-2, ഇത്രയുണ്ട്. അപ്പൊ n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. n ഒരു ഒറ്റ സംഖ്യയായാൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതായിരിക്കും? അപ്പൊ n-ന് ഏതൊക്കെ വിലകളാണ് കൊടുക്കാൻ പറ്റുക? n കൊടുക്കാൻ പറ്റുന്നത് ഒറ്റ സംഖ്യയായതുകൊണ്ട് 1, 3, 5, 7 പോലുള്ള നമ്പറാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക. അങ്ങനെയാകുന്ന സമയത്ത് ഇതിൽ ഏതാണ് ഒറ്റ സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ്? n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്രയാ വരിക? 2 × 1 = 2. 2n എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. 2 × n ആണ്. അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അപ്പൊ n-ന് 1 കൊടുത്താൽ 2 × 1 ആയി 2 ആയി. അപ്പൊ ഇത് 2n ഒരിക്കലും എന്താവില്ല. 2 കിട്ടിയതുകൊണ്ട് ഇരട്ട സംഖ്യയാണ്, ഈവൺ നമ്പർ ആണ്. അതുകൊണ്ട് ഇതൊരിക്കലും ഓഡ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യില്ല. രണ്ടാമത്തത് കൊടുക്കുക. ഇവിടെ 1 കൊടുത്തു നോക്കുക. 3 × 1 - 1 ആണ് വരിക. 3 × 1 3 ആണ്. 3 - 1 നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആണ് കിട്ടുക. അപ്പൊ അതും ശരിയല്ല, ഇരട്ട സംഖ്യയാണല്ലോ. n-ന് എത്ര കൊടുക്കുക? ഇവിടെ 1 കൊടുക്കുക. 3 × 1 + 1 ആണ് വരിക. അപ്പൊ 3 + 1 നമുക്ക് 4 എന്നാണ് കിട്ടുക. അപ്പൊ അതും ശരിയാവൂല, ഒറ്റ സംഖ്യയാവൂല. ഇനി 3n-2 ഇത് തന്നെയായിരിക്കും അതിന്റെ ആൻസർ വരിക. എങ്കിലും നമുക്ക് വില കൊടുത്ത് നോക്കാം. 3 × 1 - 2, 3 × 1 3, 3 - 2 നമുക്ക് കിട്ടും 1. 1 എന്ന് പറയുന്നത് ഒറ്റ നമ്പർ ആണ്. അപ്പോൾ n ഒരു ഒറ്റ സംഖ്യയായാല് ഇങ്ങനെ 1, 3, 5 എങ്ങനെയുള്ള നമ്പറുകൾ ആയാല് എപ്പോഴും ഒറ്റ നമ്പറിനെ സൂചിപ്പിക്കുന്നത് ഏതാണ് വരിക? 3n-2 എന്ന് പറയുന്ന അതിലത്തെ ലാസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ വരിക. n-ന് 1 കൊടുത്ത് നോക്കുമ്പോൾ അവിടെ കിട്ടുന്നത് ബാക്കി എല്ലാം കിട്ടുന്നത് ഇരട്ട നമ്പറാണ്. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. If two sides of a triangle are 9 cm and 18 cm, which of the following denotes perimeter of the triangle എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക. ഒരു ട്രയാങ്കിള് നമുക്ക് വരച്ചു നോക്കാം. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് 9ഉം 18ഉം തന്നിട്ടുണ്ട്. 2 സൈഡുകൾ, ഒരു സൈഡ് 9, മറ്റേ സൈഡ് 18. അത് ഏത് എഴുതാൻ ഞാനിവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ തൽക്കാലം. 9, 18 ആണ് എങ്കിൽ പെരിമീറ്റർ ആവാൻ, ചുറ്റളവ് ആകാൻ സാധ്യതയുള്ളത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 നമ്പറും കൂടെ കൂട്ടി കിട്ടുന്നതാണ് ചുറ്റളവ് വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ നോക്കാം. നമുക്ക് ഓപ്ഷൻ നോക്കി ചെയ്യാം. 33 ഉണ്ട്, 36 ഉണ്ട്, 45 ഉണ്ട്, 54 ഉണ്ട്. ഇതാണ് തന്നിരിക്കുന്ന ചുറ്റളവുകൾ. പെരിമീറ്റർ ഇതാണ് തന്നിരിക്കുന്നത്. നോക്ക്, 33 ആണ് ചുറ്റളവ് വരുമ്പോൾ ഈ സൈഡ് എത്ര വരണം? 18, 9, 27. ചുറ്റളവ് 31, പെരിമീറ്റർ 33 ആവുമ്പോൾ ഇത് 6 കിട്ടണം. നോക്കിയാൽ 18ഉം 9, 27, 6ഉം 33. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ചെറിയ 2 സൈഡുകൾ കൂട്ടിയാല് അത് എന്തായിരിക്കണം? മൂന്നാമത്തെ സൈഡിനെക്കാട്ടും വലുതായിരിക്കണം. വലിയ സൈഡിനേക്കാൾ വലുതായിട്ട് വരണം. ഓക്കെ, സം ഓഫ് 2 സ്മോളർ സൈഡ്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് സൈഡ് ആയിരിക്കണം. അപ്പൊ 9, 6, 15 ആണ്. അത് 18 ചെറുതാണ്. അപ്പൊ ഒരിക്കലും 6 എന്ന് പറഞ്ഞൊരു സൈഡ് വരില്ല. അതുകൊണ്ട് 33 ഒരിക്കലും ആൻസർ ആവില്ല. ഇനി 36 ആൻസർ ആവുന്ന സ്ഥിതി നോക്കിയാൽ 9ഉം 18ഉം 27 ആണ്. 27 കഴിച്ച് ബാക്കി എത്രയാണ് വരേണ്ടത്? 9 ആണ് വരേണ്ടത് അല്ലെ? നോക്ക്, 18, 9, 27, 9ഉം 36. കറക്റ്റ്.
ഈ 9 ഇവിടെ വരും നോക്കിയാൽ 9 കൂട്ടി നോക്കുക 18. ഇത് രണ്ട് കൂട്ടിയ ഇതിനേക്കാളും വലുതായിരിക്കണം, ഈക്വൽ പറ്റില്ല. അപ്പൊ ഇതിനേക്കാളും വലുതായിരിക്കണം എന്ന് പറയുമ്പോൾ 9 ഈക്വൽ ആണ്, 18 വരിക. അതുകൊണ്ട് എന്തല്ല, അപ്പൊ ഈ മൂന്നാമത്തെ സൈഡിനെക്കാട്ടും വലുതല്ലാത്തത് കൊണ്ട് 36 അതിന്റെ ആൻസർ ആയിട്ട് വരില്ല. 45 നോക്കാം. 18 9 27. 45 ആവണമെങ്കിൽ എത്ര കൂട്ടണം? 18 കൂട്ടിയാൽ മതി, ശരിയല്ലേ? 18 36 9 45. ഇത് ശരി തന്നെ നോക്കുക. ചെറിയ രണ്ട് സൈഡുകൾ കൂട്ടി നോക്കുക. അപ്പൊ ചെറിയ രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ ഇതും എടുക്കുക, ഇതും എടുക്കുക. കാരണം വേറെ ഇല്ല, രണ്ട് തുല്യല്ലേ വരുന്നത്. നോക്ക്, ഇവിടെ 18 9 27. അത് ഇതിനെക്കാട്ടും വലുതാണ്. ഓക്കെ, കറക്റ്റ് ആണല്ലോ. ഇനി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റ് 27 മറ്റേക്കാളും വലുതാണല്ലോ. ചെറിയ രണ്ട് സൈഡുകൾ കൂട്ടിയാൽ മൂന്നാമത്തെ സൈഡിനേക്കാൾ നമുക്ക് വലുതായിട്ട് കിട്ടുന്നു. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ് വരിക? 45. ഇനി നിങ്ങൾക്ക് സംശയം വരും 54 എങ്ങനെയാണെന്നാവും. നോക്കാം, നോക്ക് 54 ഞാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 18. ഇതിപ്പോ 18 നമുക്ക് കറക്റ്റ് ആയി. 18 9 27. 54 ആവുമ്പോൾ 27 വരേണ്ടത് അല്ലെ? ഈ സൈഡ് 27 വരണം. നോക്ക്, അപ്പൊ ചെറിയ രണ്ട് സൈഡ് 18 9 വരിക. 18 9 27. ഇതിന് ഈക്വൽ ആണ് വരിക. അപ്പൊ ഒരിക്കലും 27 സൈഡ് വരില്ല. അതുകൊണ്ട് 54 ഒരിക്കലും പെരിമീറ്റർ ആയിട്ട് വരില്ല. അപ്പൊ ആൻസർ നമുക്ക് കിട്ടുന്നത് 45. 54 വരുന്നില്ല. ഐഡിയ മനസ്സിലായല്ലോ? ഓപ്ഷൻ കൊടുത്തിട്ട് നോക്കിയിട്ട് എഴുതാം. ഇവിടെ ഉപയോഗിക്കുന്ന ഐഡിയ സം ഓഫ് 2 sides ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ലാർജസ്റ്റ് തേർഡ് സൈഡ് എന്നുള്ള ഐഡിയ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2:5 × 6:5 എത്ര ഘടകങ്ങളുണ്ട് എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത് താഴെ രണ്ട് ആ പറഞ്ഞിരിക്കുന്ന പവറിൽ എഴുതിയ നമ്പറിൽ, കൃതികളിൽ എഴുതിയ നമ്പറുകളിൽ താഴെ വരുന്നത് അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ ആയിരിക്കണം. ഇപ്പൊ 2 ഒരു പ്രൈം നമ്പർ ആണ്, പക്ഷെ 6 പ്രൈം നമ്പർ അല്ല. 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. 6നെ നമുക്ക് 6 × 1 എന്ന് എഴുതാം. ഇപ്പൊ 2 തരത്തിൽ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രൈം നമ്പർ ആവില്ല. 6നെ 6 × 1 മാത്രമാണ് എഴുതാൻ കഴിയുന്നെങ്കിൽ പ്രൈം നമ്പർ ആവും. പക്ഷെ 6നെ 3 × 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അഭാജ്യ സംഖ്യ ആവാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓർമ്മിക്കണമെങ്കിൽ നിങ്ങൾ അറിയാം 2 3 5 7 പോലുള്ള നമ്പറുകളെയാണ് അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ 2 പ്രൈം നമ്പർ ആണ്, പക്ഷെ 6 അല്ല. 6ന് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ 6നെ മാറ്റി എഴുതാം. 6:5 6നെ 2 × 3 5 എന്ന് എഴുതാം. അപ്പൊ അതിനെ മാറ്റിയിട്ട് 2:5 × 3:5. കൃതി നിയമത്തിൽ തിയറി ഓഫ് എക്സ്പോണൻസില് റിപ്പീറ്റഡ് നമ്പേഴ്സ് നിലയിൽ നിങ്ങൾ ഈ നിയമം പഠിച്ചിട്ടുണ്ട്. അപ്പൊ 6:5 എന്ന് പറയുമ്പോൾ 2/5 × 3/5. അപ്പൊ നോക്കിക്കോളൂ, ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന് 2/5 ഇവിടെ ഇൻറ്റു ഇതെന്തായി 2/5 × 3/5. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ ബേസിന്റെ 2 നമ്പറുകൾ വെവ്വേറെ എഴുതിയിട്ട് പറ്റില്ല, അത് ഒന്നിച്ചിട്ട് എഴുതണം. അത് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2/5 5 കൂട്ടിയ 10 കൂട്ടണമെന്ന് അറിയാലോ, ഇൻറ്റു 3/5 എന്ന് കിട്ടും. ഓക്കെ, ഒരേ ബേസ് ആണെങ്കിൽ, താഴെയുള്ള ഒരേ ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് കൃതി പവർ എഴുതേണ്ടത്. ഓക്കെ, 2/10 × 3/5. അപ്പൊ ഇതിന് എത്ര ഘടകങ്ങളുണ്ട്? ഇനി വിഷമില്ല. ഇവിടെ 10 പവർ വരുന്നതെങ്കിൽ അതിന്റെ അടുത്ത നമ്പർ 11. ഇവിടെ 5 വരുന്നതെങ്കിൽ അടുത്ത നമ്പർ 6. ആ 11ഉം 6ഉം ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും 66 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ 66 എന്ന് കാണാൻ പറ്റും. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ് ഇതുപോലുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങള്. അപ്പൊ താഴെ പ്രൈം നമ്പർ ആക്കിയിട്ട് മാറ്റി എഴുതണം താഴെ ഉള്ളതിനാ. അപ്പൊ 2 ഒരേപോലെ ബേസ് താഴെ വന്നാൽ അതിനെ ഒന്നിച്ചിട്ട് എഴുതണം. പിന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ കൃതിയുടെ അടുത്ത നമ്പർ 10 ആണെങ്കിൽ 11, 5 ആണെങ്കിൽ 6, 7 ആണെങ്കിൽ 8 എഴുതിയിട്ട് 2ന്റെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയി. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി 66. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 60,500 ഒരു പൂർണ്ണവർഗം ആകാൻ ഹരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സംഖ്യ ഏത് എന്നുള്ളതാണ്. അതായത് ദ ലീസ്റ്റ് നമ്പർ ബൈ വിച്ച്
60,500 must be divided to make the result a perfect square എന്നാണ്. അപ്പൊ 60,500 എന്ന് പറയുന്ന നമ്പറാണ് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഒരു എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞാല് നോക്കൂ കുട്ടികളെ. ഇപ്പൊ 50 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഈ 50നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകും എന്ന് ചോദിച്ചാല് നമ്മൾ ചെയ്യുന്നത് ഈ 50നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. 50നെ ഫാക്ടറൈസ് ചെയ്യും. 2നെ ഫാക്ടറൈസ് ചെയ്താല് 25 കിട്ടും. വീണ്ടും നമുക്ക് 5 × 5 എഴുതും. അപ്പൊ നമുക്ക് കിട്ടും 50 എന്ന് പറയുന്നത് 2 × 5 × 5 എന്ന് കിട്ടും. ഈ 5 × 5 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ ഇത് വർഗമാണ്. പക്ഷെ ഈ 2 ഇവിടെ ഉണ്ടായതുകൊണ്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ ആവും. കറക്റ്റ് അല്ലേ? 25നെ 5 × 5 എന്ന് എഴുതാനോ? 5 × 5 അല്ലെങ്കിൽ 5 സ്ക്വയർ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇതിനെ ഘടകങ്ങളാക്കിയിട്ട് ഫാക്ടറൈസ് ചെയ്തിട്ട് അതിൽ ഒറ്റക്ക് വരുന്ന നമ്പറാണ് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികളെ ഈ ഒരു ഐഡിയ പ്രകാരം നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് നമുക്ക് പോകാം. 605.00 ഉള്ളത് എല്ലാ പെർഫെക്റ്റ് സ്ക്വയറിലും 2 പൂജ്യങ്ങൾ ഉണ്ടാവും അല്ലെ? 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 400 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 900 ഓക്കെ 900 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ എല്ലാത്തിനും 2 പൂജ്യം ഉണ്ടാവും. അപ്പൊ ഇത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ആള് തന്നെയാണ്. അതിന് നോക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 605 × 100 എന്ന് എഴുതാലോ. അപ്പൊ ഈ 100 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിൽ പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം അല്ലാത്തത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. 605നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 121 എന്ന് കിട്ടും. 121നെ നമ്മൾക്ക് എഴുതിയാല് 11 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ 605.00 ആണ്. 605നെ എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കൂ കുട്ടികളെ. 605നെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം 5 × 11 × 11. 605.00 വരുമ്പോ അതിനെ ×100 എന്ന് എഴുതാം. അപ്പൊ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതും പെർഫെക്റ്റ്, ഇതും പൂർണ്ണവർഗമാണ്. 11ന്റെ സ്ക്വയർ അവിടെ ഒറ്റയ്ക്ക് വരുന്നത് ആരാ? 5 ആണ് ഒറ്റയ്ക്ക് വരുന്നത്. അപ്പൊ ഈ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതൊരു പൂർണ്ണവർഗം ആയി. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്നത് ഏതാണ് വരിക? 5 ആണ് അതിന്റെ ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു നമ്പർ തന്നിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഏതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടും വരാം. ഏത് കൊണ്ട് ഹരിച്ചാലും വരാം, ഏത് കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗം പെർഫെക്റ്റ് സ്ക്വയർ ആകും എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിൽ ഒറ്റപ്പെട്ട് വരുന്ന നമ്പർ ഏതാണോ അതായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ആൻസർ 5. ഓക്കെ, 5th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സാധനം വിറ്റപ്പോൾ കിട്ടിയ ലാഭം വിറ്റ വിലയുടെ 25% ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം. പല കുട്ടികളും തെറ്റിക്കുന്ന ചോദ്യമാണിത്. ഒരു സാധനം ആർട്ടിക്കിൾ ഈസ് സോൾഡ് വിറ്റപ്പോ ആണ് പറയുന്നത്. ദ പ്രോഫിറ്റ് ഇസ് 25% ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്. വിറ്റ വിലയുടെ എന്നാണ് പറഞ്ഞത്. സാധാരണ എപ്പോഴും ലാഭം പറയുക വാങ്ങിയ വിലയുടെയാണ്. കോസ്റ്റ് പ്രൈസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പറയുക. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം. 25% ആരുടേതാണ്? വിറ്റ വിലയുടെ 25% ലാഭം അല്ലെ? അപ്പൊ വിറ്റ വില നമ്മൾ വിചാരിക്കുക, ശ്രദ്ധിക്കുക. വിറ്റ വില സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വില വിചാരിക്കുക 100 എന്ന് വിചാരിക്കുക. അപ്പൊ 100 രൂപയ്ക്ക് വിറ്റപ്പോ അയാൾക്ക് എത്ര ലാഭം കിട്ടി? 25% ലാഭം കിട്ടി. അതായത് ഇതിന്റെ 25%. അപ്പൊ അയാൾ വിറ്റത് അപ്പൊ എത്രയായിരിക്കും? ശരിക്കും പറഞ്ഞാല് 125 രൂപക്കായിരിക്കൂലേ അയാൾ വിറ്റിട്ടുണ്ടാവുക അല്ല? 100 രൂപ വിറ്റ വിലയുണ്ടായി. അപ്പൊ ആ വിറ്റ വിലയുടെ 25% അയാൾക്ക് ലാഭം ഉണ്ടായത്. വിറ്റ വിലയുടെ 25% എന്ന് പറയുമ്പോൾ എത്ര വരും? 100ന്റെ 25%. അതായത് 100ന്റെ 25% എന്ന് പറയുമ്പോൾ 100 × 25/100 വരും. 2 0 കട്ട് ചെയ്താൽ അയാൾക്ക് 100 രൂപക്ക് വിറ്റപ്പോ അയാൾക്ക് 25 രൂപ ലാഭം ഉണ്ടായി. ശരിയാണല്ലോ? അപ്പൊ 25 രൂപ ലാഭം അയാൾക്ക് ഉണ്ടായപ്പോൾ അയാൾ വാങ്ങിയിട്ടുണ്ടാവുക എത്രയായിരിക്കും?
75 രൂപക്കായിരിക്കൂലേ അയാള് കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില ഉണ്ടാവുക. ശരിക്കും ഒന്നുകൂടെ മനസ്സിലാക്കി നോക്കിക്കാൻ പല കുട്ടികൾ തെറ്റിക്കാനുണ്ട്. അതായത് 100 രൂപയ്ക്ക് വിറ്റപ്പോ 25% ലാഭം ഉണ്ടായി. അപ്പൊ 100 രൂപയ്ക്ക് വിറ്റപ്പോ അയാൾക്ക് 25 രൂപ ലാഭം ഉണ്ടായി, പ്രോഫിറ്റ് ഉണ്ടായി. അപ്പൊ 25 രൂപ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോ അയാൾ 75 രൂപക്കല്ലേ വാങ്ങിയിട്ടുണ്ടാവുക. 75 രൂപക്ക് വാങ്ങിയിട്ട് 25 രൂപ ലാഭം കിട്ടിയാലല്ലേ 100 രൂപക്ക് അയാൾക്ക് വിറ്റിട്ട് ലാഭം വിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ 75 രൂപക്കാണ് വാങ്ങിയത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താ? പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്, അതായത് ലാഭ ശതമാനം എത്രയാണ്. അപ്പൊ അത് ഓർമ്മിക്കണം. പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ്, ലാഭ ശതമാനം എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മിക്കുക, പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100% ആണ്. മലയാളത്തിൽ പറഞ്ഞാല് ലാഭം ബൈ വാങ്ങിയ വില, ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100%. അപ്പൊ ലാഭം ഇവിടെ എത്രയാ കിട്ടിയത്? ഇതാണ് ലാഭം, 25 രൂപ ബൈ വാങ്ങിയ വില എത്ര? 75 രൂപ ഇൻറ്റു 100%. ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ, ഈ 25 75 25 25 1 75 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 100 ബൈ 3%. അപ്പൊ 100നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 3 9, ബാക്കി 1 10 3 3 9, ബാക്കി 1. അപ്പൊ നമുക്ക് കിട്ടും 33. ഇവിടെ 1 റിമൈൻഡർ ഉണ്ട്, മിച്ചമുണ്ട്, ബൈ 3%. അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മൂന്നാമത്തെ ആൻസർ 33.1/3%. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. 100 രൂപക്കാളി വിറ്റു, അയാൾക്ക് 100 രൂപയുടെ 25% ലാഭം കിട്ടി. 100 രൂപയുടെ 25% 25 രൂപ. 100 രൂപയ്ക്ക് വിറ്റപ്പോൾ 25 രൂപ ലാഭം കിട്ടി. അപ്പൊ അയാൾ വാങ്ങിയിട്ടുണ്ടാവുക 75 രൂപ. പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റിന്റെ ഫോർമുല എന്താ? അതൊരു ഫോർമുലയാണ്. ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100%. അപ്പൊ 25 ബൈ 75 ഇൻറ്റു 100%. പ്രിയപ്പെട്ട കുട്ടികളെ, USS പരീക്ഷയ്ക്ക് ഓരോരിക്കാം വളരെ പ്രയാസമുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ കാര്യങ്ങൾ കൃത്യം മനസ്സിലാക്കിയാൽ മാത്രമേ പുതിയ പുതിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ എഴുതിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ബൈ.